ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അരിയന്നൂരിലെ ഹെലിപ്പാഡിൽ നിന്ന് കാർ മാർഗം ഉച്ചയ്ക്ക് 1:20 ഉപരാഷ്ട്രപതി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയത്. തുടർന്ന് ഭാര്യ സുദേശയ്ക്കൊപ്പം ക്ഷേത്രത്തിലെത്തി. ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, തന്ത്രി ചേനാസ് ദിനേശ് നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ സി. മനോജ് ബി. നായർ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ ചേർന്ന് ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. ബലിക്കല്ലിന് സമീപം കസാരയിട്ടിരുന്ന് അല്പസമയം വിശ്രമിച്ച ഉപരാഷ്ട്രപതി സോപാനത്ത് കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പ്രസാദം നൽകി. അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ഉപരാഷ്ട്രപതി 1:50 ഗുരുവായൂരിൽ നിന്നും മടങ്ങി. 2:15 ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി. നേരത്തെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരുന്നെല്ലി MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ. ഇളങ്കോ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. രാവിലെ 9-നാണ് നേരത്തെ ദർശനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. കൊച്ചിയിലേക്ക് മടങ്ങിയ ഉപരാഷ്ട്രപതി അവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീണ്ടും ഗുരുവായൂരിലേക്ക് വരികയായിരുന്നു.